കലുകുമലൈ വെട്ടുവൻ കോവിൽ കണ്ടതിന് ശേഷം കുന്നിൻ മുകളിലുള്ള ജൈന സ്മാരകം കാണാനാണ് ഇനി പോകുന്നത്. പാണ്ഡ്യരാജാവായ പരാന്തക നെടുഞ്ചതയന്റെ ഭരണകാലത്ത് 8ാം നൂറ്റാണ്ടിലേതെന്ന് കരുതപ്പെടുന്നതാണ് ഈ സ്മാരകങ്ങൾ. ജൈനമത പണ്ഡിതനായ പോൾ ദുണ്ടാസിന്റെ അഭിപ്രായത്തിൽ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ജൈന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കലുകുമലയിലുള്ളത്. ജൈനമതം ഏകദേശം 14ാം നൂറ്റാണ്ട് വരെ ഈ പ്രദേശത്ത് അഭിവൃദ്ധി പ്രാപിച്ചിരുന്നു. മറ്റു ദക്ഷിണേന്ത്യൻ ജൈന ചരിത്ര സ്ഥലങ്ങളെ പോലെ ഇതും ഒരു ദിഗംബര പാരമ്പര്യ സ്ഥലമായിരുന്നു. ജൈനമതവുമായി ബന്ധപ്പെട്ട തീർത്ഥങ്കരനായ പാർശ്വനാഥന്റെയും മറ്റു തീർത്ഥങ്കരന്മാരുടെയും നിരവധി ശിലാരൂപങ്ങളാണ് ഇവിടെയുള്ളത്. ജൈനരുടെ കിടക്കയും ഈ സംരക്ഷിത സ്മാരകത്തിൽ ഉണ്ട്. ജൈനമതവുമായി ബന്ധപ്പെട്ട 98 ശിലാലിഖിതങ്ങൾ ഇവിടെയുണ്ട്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ജൈന ലിഖിതങ്ങളാണ് ഇവിടെയുള്ളത്. ഇവ തീർത്ഥങ്കരന്മാരുടെയും യക്ഷികളുടെയും ശിലാഫലകങ്ങൾക്ക് താഴെയും കിടക്കകൾക്ക് സമീപവും കാണാനാകും. ഗുണസാഗര ഭട്ടർ എന്ന സന്യാസി ഇവിടെ ജീവിച്ചിരുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 13ാം നൂറ്റാണ്ട് കഴിഞ്ഞ് പാണ്ഡ്യ രാജാക്കന്മാരുടെ ഭരണ തകർച്ചയ്ക്ക് ശേഷം ഈ സ്ഥലം ഉപേക്ഷിക്കപ്പെട്ട നിലയിലായിരുന്നു. ഇപ്പോൾ ഇത് തമിഴ്നാട് പുരാവസ്തു വകുപ്പിന്റെ നിയന്ത്രണത്തിൽ സംരക്ഷിത സ്മാരകമായി സംരക്ഷിക്കപ്പെടുന്നു. ഇത് 8ാം നൂറ്റാണ്ടിലെ തന്നെ ജൈനരുടെ കിടക്കയാണ്. ഇപ്പോൾ ഇത് ക്ഷേത്രത്തിന്റെ സ്റ്റോർ റൂമായി ഉപയോഗിച്ചു വരുന്നു. ജൈന സ്മാരകത്തിനോട് ചേർന്ന് ഒരു അയ്യനാർ ക്ഷേത്രമുണ്ട്. പ്രകൃതിദത്തമായ ഒരു ഗുഹയ്ക്കുള്ളിലാണ് ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ സ്ഥിതി ചെയ്യുന്നത്. അയ്യനാർ പ്രതിമയ്ക്ക് സമീപം തീർത്ഥങ്കരന്മാരുടെ 3 കൊടിമരങ്ങളുണ്ട്. മാറാട്ടില ഗോത്രത്തിലുള്ളവരാണ് ഈ ക്ഷേത്രത്തിൽ ആരാധന നടത്തുന്നത്. ഇതാണ് അവരുടെ കുലദൈവ ക്ഷേത്രം. എല്ലാ വർഷവും മഹാശിവരാത്രിയുടെ തലേന്ന് പ്രത്യേക പൂജകൾ ഇവിടെ നടത്താറുണ്ട്.